കണ്ണൂർ സർവകലാശാല സെനറ്റ് രൂപീകരണം പ്രചാരണ ആയുധമാക്കി CPIM. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പട്ടികയിൽ 7 വീതം കോൺഗ്രസ് സംഘപരിവാർ അനുകൂലികളെ നിയോഗിച്ചത് കോൺഗ്രസ് വിശദീകരിക്കണമെന്നാണ് CPIMന്റെ വാദം. കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത് K. സുധാകരനെന്നും CPIM ആരോപിക്കുന്നു. ഗവർണറോട് ചോദിക്കണം എന്നാണ് കോൺഗ്രസിന്റെ മറുപടി. കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്കുള്ള സിൻഡിക്കേറ്റ് ശുപാർശ ലിസ്റ്റ് ഗവർണർ വെട്ടിയതിൽ RSS കോൺഗ്രസ് ഒത്തുകളി ആരോപിക്കുന്നു CPIM. RSS അനുകൂലികൾക്കൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ്, KSU പ്രവർത്തക എന്നിവർ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പട്ടികയിൽ ഉൾപ്പെട്ടു. ലിസ്റ്റിന്റെ ഉറവിടം കോൺഗ്രസ് വിശദീകരിക്കണമെന്ന് CPIM. ഗവർണറുമായിട്ടുള്ള സുധാകരന്റെ ബന്ധം ഈ 7 പേര് കണ്ണൂർ സർവകലാശാലയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത 7 പേരുകളും കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളുമായിട്ടുള്ള 7 പേരുടെയും ലിസ്റ്റ് സുധാകരനാണ് കൈമാറിയത്. സുധാകരൻ നിഷേധിക്കട്ടെ, ഞങ്ങൾ പറയാം. അപ്പോൾ ഈ കാര്യത്തിൽ KPCC നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. ബന്ധമില്ലെങ്കിൽ ഇവരെ പുറത്താക്കട്ടെ. പുറത്താക്കാൻ ഞങ്ങൾ കോൺഗ്രസിനെ വെല്ലുവിളിക്കുകയാണ്. ആരുടെ ധൈര്യം ഉണ്ട് നിങ്ങൾക്ക്? കണ്ണൂരിൽ കോൺഗ്രസ് BJP വോട്ട് കച്ചവടത്തിനായുള്ള ധാരണയെന്ന പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കാനാണ് CPIM നീക്കം. ഒരു ലിസ്റ്റും നൽകിയിട്ടില്ലെന്നും ഗവർണറോട് ചോദിക്കണമെന്നും K. സുധാകരന്റെ മറുപടി. ഞങ്ങൾ ഇന്നുവരെ ഒരു ലിസ്റ്റും ഞങ്ങൾ കൊടുത്തിട്ട് DC പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. കണ്ണൂരത്തെ ലിസ്റ്റ് കൊടുത്തു അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പത്രത്തിൽ വാർത്ത വന്നപ്പോഴാണ് ഗവർണറെ വിളിച്ചു. സെനറ്റിലേക്ക് സർവകലാശാല സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്ത 16-ൽ 14 പേരുകളും ഗവർണർ വെട്ടിയിരുന്നു. 24 കണ്ണൂർ.